ബ്രസീലിന്റെ സുൽത്താൻ 2.5 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന മത്സരത്തിൽ 3-0 സ്കോട്ട്ലൻഡിനെ തകർത്തുകൊണ്ട് ബ്രസീൽ ഇതാ ഗ്രൂപ്പ് സ്റ്റേജിൽ 1ാം സ്ഥാനത്തെത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ താരം വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ഇപ്പോൾ ടോട്ടൽ വേൾഡ് കപ്പില് 4 ഗോളുകളായ താരത്തിന്റെ പേരിലുള്ളത്. മൂന്നാമത്തെ ഒരു ഗോൾ ബ്രസീലിന് വേണ്ടി നേടിയിട്ട് ബ്രസീലിന്റെ സ്ട്രൈക്കർ മാത്യൂസ് കുൻഹ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരം. അതും അസിസ്റ്റ് നൽകിയത് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ബ്രൂണോ ഗിമറസ്. എന്താ പറയാ, ടോട്ടൽ സൂപ്പർ ഫുട്ബോളാണ് ഇന്ന് ബ്രസീൽ കളിച്ചത്. തുടക്കം മുതൽ അറ്റാക്കിങ്. എന്താ പറയാ, നെയ്മർ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് തുടക്കം തന്നെ പക്കറ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുകൊണ്ടാണ് ആഞ്ചലോട്ടി പ്ലാൻ ചെയ്തത്, ഇറക്കിയത്. ആ മത്സരം പുരോഗമിക്കും തോറും ബ്രസീൽ നല്ല രീതിയിൽ പാസിംഗ് ആക്യുറസി എല്ലാം കൂട്ടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മത്സരം പുരോഗമിച്ച് പോയി ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-0 മുന്നിലെത്തുകയാണ് ചെയ്തത്. ആദ്യ ഗോൾ ബ്രസീലിന് കിട്ടുന്നതാണെങ്കിൽ സ്കോട്ട്ലാൻഡ് ഡിഫൻഡർ ഒരു വൻ പിഴവിൽ നിന്നാണ്. അതിൽ കൃത്യമായി ഇടപെട്ടത് നമ്മുടെ റൈറ്റ് വിങ്ങർ റയാനാണ്. റാഫിനയ്ക്ക് പകരം വന്ന റയാന്റെ ഒരു കിടിലൻ ഇടപെടൽ മൂലമാണ് 1ാം ഗോൾ ബ്രസീലിന് സിമ്പിളായി കിട്ടുന്നത്. 2ാം ഗോൾ വിനീഷ്യസിന്റെ ഒരു സൂപ്പർ ഹെഡർ, അവിടെയും റയാന്റെ കാലുകൾ ഉണ്ട് എന്നത് വേറൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇതോടുകൂടി പിരിയുകയാണ് ചെയ്തത് 2-0. സെക്കൻഡ് ഹാഫിൽ മാത്യൂസ് കുനുങ്ങയ്ക്ക് ബ്രൂണോ ഗിമറസ് ഒരു അടിപൊളി പാസ് ബാക്ക് ഹീൽ കൊടുത്തോടുകൂടി 3ാം ഗോളും വലയിൽ കയറി. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നിമിഷം വന്നെത്തി. 76ാം മിനിറ്റിൽ നെയ്മർ ജൂനിയർ 900+ ദിവസത്തിന് ശേഷം വീണ്ടും സെലക്കാവോ ജേഴ്സിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു നെയ്മർ. അദ്ദേഹം കിട്ടിയ ഒരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഷോട്ട് ഓൺ ടാർജറ്റും 3 ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്റെ ഫോം എവിടെയും പോയിട്ടില്ല എന്ന് തെളിയിച്ചു. നെയ്മർ ഈസ് ബാക്ക്, ബ്രസീൽ ഈസ് ബാക്ക്. റൗണ്ട് ഓഫ് 32ലേക്ക് ബ്രസീൽ 1ാം സ്ഥാനക്കാരെ മൊറോക്കയെ പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനക്കാരായി ക്വാളിഫൈ ചെയ്തിരിക്കുന്നു.